ജേർണി ഓഫ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഒട്ടും പ്രതീക്ഷിതമല്ലാതെ ഡയഗ്നോസ്ഡ് ആയതാണ്. സോ എനിക്ക് മുമ്പ് ADHD കുറിച്ചിട്ട് അറിയാം. എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്കൊക്കെ ADHD ഉണ്ട് എന്നുള്ള ഡയഗ്നോസ് ചെയ്തിരുന്നു. അവരുടെ ലൈഫ് സ്റ്റോറിയും കാര്യങ്ങളും അത് ഓക്കെ എങ്ങനെയൊക്കെയാണ് അതിനെ ടാക്കിൾ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് അവരുടെ കൺസൾട്ടിങ് സൈക്കോളജിസ്റ്റുകളൊക്കെ അവർക്ക് സംസാരിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ബട്ട് ഐ നെവർ തോട്ട് എനിക്ക് ADHD ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. ചില ട്രേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ചില കാര്യങ്ങളൊക്കെ ഒരുപോലെ. ബട്ട് ആസ് എ ഡിസോർഡർ അല്ലെങ്കിൽ ആസ് എ ന്യൂറോ ഡൈവേർജൻ ആസ് എ കണ്ടീഷൻ അങ്ങനെ ഒന്ന് ഡയഗ്നോസ് ചെയ്യാൻ മാത്രം ഉണ്ടെന്ന് ഞാനും വിചാരിച്ചിരുന്നില്ല. ബട്ട് പേഴ്സണൽ ലൈഫിൽ എൻ്റെ ചുറ്റുമുള്ള സറൗണ്ടിങ്സിലുള്ള കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജ് എത്തി തുടങ്ങി. സോ ഫിനാൻഷ്യലി, മെന്റലി, ഫിസിക്കലി എല്ലാം ഡ്രെയിൻഡ് ആയി പോയ ഒരു സ്റ്റേജ് വന്നു പെട്ടെന്ന്. അങ്ങനെ ഡ്രെയിൻഡ് ആയി പോയി കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു കോൺഫ്ലിക്റ്റിലെത്തി. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് എന്നെ സ്വയം പിക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇപ്പൊ ഇല്ല, അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സ്വയം പിക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഫാമിലി, സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇവരുടെ അടുത്തൊക്കെ സീക്ക് ചെയ്യുമ്പോഴും അതൊരു പ്രൊഫഷണൽ ഹെൽപ്പ് അല്ല എന്നും അതൊക്കെ അവരുടെ ലൈഫിൽ അവർ പഠിച്ച കാര്യങ്ങളാണ് പറയുന്നതെന്നും എനിക്കറിയാം. സോ അവർ ചിലപ്പം സജഷൻസ് പറയുമായിരിക്കും. ആ സജഷൻസ് ഒക്കെ ഞാൻ ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്ത് നമുക്ക് ചില കാര്യങ്ങളിൽ തീരെ കൺട്രോൾ ഇല്ലാത്തൊരു സ്റ്റേജിലാണ്. സോ അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇറ്റ്സ് ടൈം ഒരു എക്സ്പേർട്ടിനെ തന്നെ നമ്മൾ കൺസൾട്ട് ചെയ്യണം. അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ചെല്ലുന്നു. എൻ്റെ ചുറ്റുമുള്ള പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ഞാൻ സംസാരിക്കുന്നു. ഞാൻ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ആദ്യമൊക്കെ അതങ്ങനെ ഓക്കെ റൈറ്റ് നമുക്ക് നോക്കാന്ന് പറഞ്ഞു പോയി. പിന്നീട് വീണ്ടും മൾട്ടിപ്പിൾ സെഷൻസ് എടുത്ത് സംസാരിച്ചു. കുറെ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പാറ്റേൺസും എൻ്റെ സംസാര രീതി, എൻ്റെ അടുത്തുള്ള രീതികളൊക്കെ കണ്ടിട്ടാണ് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തു. ഇത്രയും നേരം സംസാരിച്ചതും ഇത്രയും നേരം നമ്മൾ കൺസൾട്ട് ചെയ്തതിൽ നിന്നും മുമ്പർക്ക് മനസ്സിലാവുന്നൊരു കാര്യം നിങ്ങൾക്ക് അഡൽട്ട് ADHD ഉണ്ടോ എന്നാണ്. അപ്പൊ ഇതല്ലല്ലോ ഞാൻ ചോദിച്ചത് എനിക്ക് എങ്ങനെ എൻ്റെ ചുറ്റുള്ള പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ഉത്തരം കിട്ടിയത് വേറെ ഒന്ന്. അപ്പൊ നമുക്ക് നോക്കാം, അതൊന്നും കൂടെ അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. നമുക്കത് ഡയഗ്നോസ്ഡ് ആണ് അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള രീതികളുണ്ട്. എനിക്ക് കുറച്ച് ക്വസ്റ്റ്യനേഴ്സ് അയച്ചു തന്നു. ഞാൻ സംസാരിച്ച കാര്യങ്ങൾ പുള്ളിക്കറിയാം. ആ ക്വസ്റ്റ്യനേഴ്സിൽ നിന്നുള്ള എൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസസ് ഒക്കെ സംസാരിച്ചു. പിന്നീട് അങ്ങനെയാണ് ഒരു കൺക്ലൂഷനിൽ എത്തുന്നത്. ഐ ഹാവ് അഡൽട്ട് ADHD. ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് ഡയഗ്നോസ് ചെയ്തത്. ദാറ്റ്സ് ഹൗ I got diagnosed.